ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊരു ചൂടല്ലേ! ചൂട് കാരണം മനുഷ്യൻ നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര ചൂടാണ്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടെടുത്ത് ചെറിയ വ്ളോഗ്, അത്രയേ ഉള്ളൂ. ഇതിനെയാണ് പറയുന്നത് നമ്മളിരിക്കേണ്ടടുത്ത് നമ്മളിരുന്നില്ലെങ്കിൽ വേറെ കുരങ്ങന്മാർ കയറിയിരിക്കുമെന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അതെ, അവൻ കണ്ടില്ലേ, ഒരുത്തൻ മങ്കീനെ ഇവിടെ ഇരുത്തിച്ചിട്ട് അവൻ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പം കല്ലൂന് എന്നൊരു ഡ്രസ്സ് എനിക്ക് എടുത്തു തന്നിട്ട് പറഞ്ഞു മങ്കിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിന് കല്ലൂൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മങ്കിക്കൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് അതിനെ എടുത്തിട്ട് ഊഞ്ഞാലിലോട്ട് ഇരുത്താൻ പറഞ്ഞു. ഞാൻ പിന്നെ ഊഞ്ഞാലിലും ഇരുത്തി അതിനെ ആട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ആ മങ്കിക്ക് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നപ്പം ആ സമയത്ത് ചെറിയൊരു ജലസ് എവിടേക്കൊക്കെയോ കല്ലൂൻ്റെ മുഖത്ത് മാറി മറയുന്നത് ഞാൻ കണ്ടു കേട്ടോ. പിന്നെ ഭയങ്കര വാശിയായി അവനെ ഊഞ്ഞാലിൽ നിന്ന് ഇറക്കി അവൻ തന്നെ അതിൽ കയറിയിരുന്നു. പിന്നെ സ്ട്രോബെറി കഴിക്കാൻ തുടങ്ങി കേട്ടോ. സ്ട്രോബെറി അവൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി. എന്ത് ടേസ്റ്റാണെന്ന് എനിക്ക് അറിയില്ല. അയ്യോ, എനിക്കാണെങ്കിൽ ഈ സാധനം ഇഷ്ടമേ അല്ല, ഒട്ടും ഇഷ്ടമല്ല. ഏട്ടനാണെങ്കിൽ എപ്പോഴും വരുമ്പോൾ പിന്നെ ഓരോ ബോക്സ് കൊണ്ടു കൊടുക്കും. ചില ദിവസം ഏതോ ഒരു ദിവസം എനിക്ക് സ്റ്റിൽ ഞാൻ ഓർക്കുന്നുണ്ട് അവൻ സ്ട്രോബെറി മാത്രം കഴിച്ചു ഉച്ച വരെ. വിച്ച് മീൻസ് അവന് അത്ര ഇഷ്ടമാണ് ഈ സ്ട്രോബെറി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പുളി. അപ്പം ഞാനതിൽ കുറച്ച് പഞ്ചസാരയും ഇച്ചിരി തേനൊക്കെ ഊറ്റിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെയെങ്കിലും മുക്കി കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുള്ളി നല്ല ഉറക്കമായി കേട്ടോ. അപ്പോൾ ആ സമയത്താണ് അമ്മയും ശ്രീയും അച്ഛമ്മയും കൂടെ വന്നത്. അവർ കുറച്ചായി വന്നിട്ട്, ശ്രീ കുറേ ആയി തോന്നുന്നു വന്നിട്ട്. അപ്പം വന്നപ്പം കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഈ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഞണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മത്തി ഫോർ കല്ലൂനാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ് മത്തി. ഉപ്പിച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും അവന് ചോറ് കുറച്ച് കഴിക്കണമെങ്കിൽ മീൻ ഇപ്പം മസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ അതെ, അവർ വന്ന സമയത്തേക്കും കല്ലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവരങ്ങനെ പെട്ടെന്ന് വന്നതാണ്. അപ്പം അപ്പോഴേക്കും കല്ലു നല്ല ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഇവരുടെ ഡ്രസ് കോഡ് കണ്ടോ, മീഷോയിൽ നിന്ന് ഒരു ഫാബ്രിക് വാങ്ങിച്ചതാണ്. ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്, 5 മീറ്ററിൻ്റെ 280 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് അമ്മ ഒരു ടോപ്പ് അടിച്ചു, ശ്രീക്കും ഒരു ടോപ്പ് അടിച്ചു കൊടുത്തു. ബാക്കി വന്ന മെറ്റീരിയൽ കൊണ്ട് കല്ലൂന് 2 ഷർട്ടും കിട്ടി. എത്ര ലാഭമല്ലേ! അത് അമ്മ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേണ്ടല്ലോ, സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ചാർജ് വേണ്ട. അപ്പം അങ്ങനെ അപ്പം ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവൻ കാണുന്നത് അമ്മയും ചീയും ശ്രീയും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. മാത്രമല്ല അവർ ഉത്സവത്തിന് പോയിട്ടാണ് വന്നത്. അപ്പോൾ ഉത്സവത്തിന് പോയ സമയത്ത് അമ്മ അവനൊരു ഫ്ലൈറ്റ് വാങ്ങിച്ചു. ഫ്ലൈറ്റ് ഇൻ ദ സെൻസ് നമ്മുടെ ഈ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടല്ലോ, അതാണെങ്കിൽ അവൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അപ്പം സാധാരണ ബലൂണൊക്കെ ആണെങ്കിൽ അവൻ കണ്ട് മടുത്തു. എന്നാലും അവന് പുതിയ ബലൂൺസ് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടോയ് എന്ന് പറയുന്നത്. പിന്നെ അവൻ എഴുന്നേറ്റപാട് ആയതുകൊണ്ട് ഞാൻ ശ്രീൻ്റെ കയ്യിലൊരു പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഓക്കെ നീ അവന് ഫീഡ് ചെയ്തോളൂ, ഞാൻ കുറച്ച് ബിസിയാണ്. കാരണം അവർ ഇതൊക്കെ ക്രാബൊക്കെ കൊണ്ടുവന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയി. അപ്പോൾ ശ്രീ ഉണ്ടല്ലോ കല്ലുനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ചക്ക വെട്ടുന്ന പരിപാടിയാണ് കേട്ടോ. ചക്ക വെട്ടുന്നു, മുറിക്കുന്നു. അച്ഛമ്മയും അമ്മയൊക്കെ വൈകുന്നേരം ആകുമ്പം എൻ്റെ വീട്ടിൽ ഡെയിലി ഇത് തന്നെയാണ് പരിപാടി. വൈകുന്നേരം ആയാൽ ചക്ക ഉണ്ടാക്കുക, ചക്ക വയ്ക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക വെച്ചത്. അപ്പം അവർ വരുമ്പം നല്ല മൂത്ത ചക്കയാണെന്ന് വെച്ചിട്ട് എടുത്താണ്. പക്ഷേ അത് അത്ര വലിയ ഇതായിരുന്നില്ല. എന്നാലും എല്ലാവരും കൂടെ അവർ 3 പേരും തന്നെ കട്ട് ചെയ്തു. ഒരു രസമല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത്. ഇതൊക്കെ ഒരു സ്വീറ്റ് മെമ്മറീസ് അല്ലേ. അപ്പം അവരവിടെ നിന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ക്രാബിൻ്റെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഞണ്ട് കൂന്തലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്യാമെന്ന് വെച്ചു. ശ്രീ ഉണ്ടല്ലോ കല്ലൂനെ നോക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ക്രാബൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓവർ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, അത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് മല്ലിപ്പൊടി. ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന മല്ലിപ്പൊടി അടിപൊളി, അതൊരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ് കേട്ടോ. അതിൻ്റെ കളറ് തന്നെ കണ്ടാൽ നമുക്ക് എന്താ പറയുക, അടിപൊളി കളറാണ്. നല്ല അത് അമ്മ അങ്ങനെ ഒരുപാട് കാലത്തേക്ക് പൊടിച്ച് വെക്കൂല കേട്ടോ. അപ്പം പൊടിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ലും ഉണ്ടാവും, നല്ലൊരു ഫ്രഷ്നെസ്സാണ്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ ഇങ്ങനെ പൊടിച്ച് വെക്കും, വലിയൊരു കുപ്പിയിൽ പൊടിച്ച് വെക്കുക ചെയ്യുക. അപ്പം കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഗുഡ് സ്മെല്ലൊക്കെ പോയിട്ട് അത് അവസാനം ഇത് മുളക് പൊടിയാണോ ഏതാ മഞ്ഞൾപ്പൊടി ഏതാന്ന് തിരിയാത്ത അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ല മസാലപ്പൊടികളാകുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന കറികളും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മസാല തന്നെ ആഡ് ചെയ്താൽ മതി, ഈ ഒരു മല്ലിപ്പൊടി മാത്രം മതി നല്ലൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കല്ലു ഇങ്ങനെ ഞണ്ടിനെ പരിചയപ്പെട്ടാണ്, അവന് ഭയങ്കര ഇഷ്ടമായി. അവന് ചോദിച്ചാൽ എന്തോ ഒരു സാധനമാണ് ഉപ്പിച്ച് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവൻ ഈ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഫുള്ള് തിരക്കായി പോയി. ഞാൻ കല്ലുവിന് ഫുഡ് കൊടുത്തു. അവന് കൊടുക്കാൻ തന്നെ വേണമല്ലോ കുറേ സമയം. പിന്നെ അവർ പോകാൻ നേരത്താണ് ഞാൻ കല്ലുവിന് ഈ ഷർട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അമ്മയും ശ്രീയും ഒക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവർ പോകാൻ നേരം ഏട്ടൻ നല്ല ഉറക്കമാണ്. കാരണം തലേ ദിവസം ശിവരാത്രി ആയിരുന്നു. ഏട്ടനും അമ്മ ഒക്കെ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു, ഉറക്കം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കക്ഷീണമായിട്ട് നല്ല ഉറക്കമാണ്. അമ്മയാണെങ്കിൽ ഉറങ്ങാൻ തുടങ്ങിയില്ല. വിളക്ക് നമ്മൾ ശിവരാത്രി എടുത്തത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം മാത്രമേ ഉറങ്ങുന്നതാണ് പറയണത്. ഐ ഡോണ്ട് നോ, എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ വലിയ അറിവില്ല. ഞാൻ അങ്ങനെ ശിവരാത്രി ഒന്നും എടുത്തിട്ടും ഇല്ല. ഞങ്ങൾ ആരും എടുക്കാറില്ല കേട്ടോ വീട്ടിൽ. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ അഡാപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനും കല്ലും കൂടെ അവർ നടന്നിട്ടാണ് പോണത്. ബസ്സിന് പോവും. അപ്പോൾ അവരെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഞാനും കല്ലും പിന്നെ നവവും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഒരു രസമല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഏട്ടൻ നല്ല ഉറക്കമാണ്. കല്ലൂനാണെങ്കിൽ ഈ ഒരു ഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കല്ലുവിൻ്റെ വിചാരം അവനും അവൻ്റെ കൂടെ മട്ടന്നൂർ മിനിയമ്മൻ്റെ വീട്ടിൽ പോകാനാണ് കേട്ടോ. അത് വേറെ കോമഡി. അവിടെ എത്തിയപ്പം അവർ ബൈ ബൈ പറഞ്ഞപ്പോൾ ഇവന് ചെറിയൊരു സങ്കടം വിഷമൊക്കെയായി. ഒന്ന് ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് ഇങ്ങനെ പുതുക്കി കരയാനൊക്കെ പോയി. അപ്പോഴേക്കും ഞാൻ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ പോയി ഒരു ചോക്കി വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഇതുവരെ ഇവന് ഈ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ വായിൽ വെച്ച് കടിച്ച് കഴിക്കുന്നതല്ലേ, പ്ലാസ്റ്റിക്കും ആണ്. സോ ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുത്തു. അവനിങ്ങനെ ഉള്ള ചോക്ലേറ്റ്സ് ഒന്നും ഞാനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പം അത്രയും ഞാൻ ആ ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പം ഞാനും നവും കൂടെ എവിടെ പോയി, മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങളുടെ വലിയ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പോകണമെന്ന്. ഏട്ടനാണെങ്കിൽ മാർച്ച് മാസമായിട്ട് ഫുള്ള് എന്താ പറയുക ബിസി ടൈറ്റ് സ്കെഡ്യൂളാണ്. അപ്പോൾ പിന്നെ എന്നെയും കൂട്ടി പോകാൻ പറ്റില്ല. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനും നവും കൂടെ കുറേ ആയിട്ട് പ്ലാൻ ഇടുകയാണ്, നടന്നേ ഇല്ല. അപ്പോൾ ഞാനും നവും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അവർക്ക് അത് മാത്രമല്ല, ഏട്ടനൊക്കെ അന്ന് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു. സോ അതിന് പോകുന്ന വഴിയിൽ എന്നെയും നവനെയും പാതി വഴിയിൽ അവർ ഡ്രോപ്പ് ചെയ്തു ഗൈസ്. അപ്പോൾ അവിടെ എത്തിയപ്പം ഞാൻ എന്ത് ചെയ്തു, കല്ലുവിന് എന്തെങ്കിലുമൊക്കെ ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് എവിടെയെങ്കിലും എത്തിയാൽ കല്ലുവിന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതൊരു രസമല്ലേ. അവൻ ആ ഒരു ഹാപ്പി ഫേസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നല്ലൊരു സ്മൈലായിരിക്കും കേട്ടോ. അപ്പം പിന്നെ കല്ലുൻ്റെ കഴുത്ത് കണ്ടു, ആപ്രണൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താ വെച്ചാൽ ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവൻ ആപ്രൺ റിമൂവ് ചെയ്യാൻ സമ്മതിക്കില്ല, ഭയങ്കര ബഹളം. പിന്നെ ഞാൻ ഓർത്ത് മതി, അതിട്ടിട്ടാണെങ്കിൽ അതിട്ടിട്ട് വരട്ടെ, അവൻ്റെ ഇഷ്ടമല്ലേ, കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ വന്നു. ഞങ്ങൾ ടൗണിൽ നിന്ന് ഓട്ടോയിലാണ് എൻ്റെ വീട്ടിലോട്ട് പോണത്. കല്ലുവിന് എൻ്റെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിയേറ്ററിലോട്ട് പോവാൻ. പാവം എൻ്റെ കുട്ടി, വലുതായിട്ട് അവൻ ഇതൊക്കെ കാണുവാൻ പറയില്ലേ, അമ്മ എന്നെ ഒരു മൂവിക്ക് പോലും കൂട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുമല്ലോ. അവനിപ്പോൾ കൂട്ടിയത് ശരിയാവില്ല. ഒന്നാമത് അവൻ അനങ്ങാണ്ടിരിക്കാൻ കുഞ്ഞല്ലേ, അവനങ്ങനെ കുറേ നേരം അനങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കുറേ ആൾക്ക് ഉണ്ടാകുമ്പോൾ എസിയും ഒക്കെ ആയി അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് വിചാരിച്ചിട്ടൊക്കെയാണ്, വേറൊരു കാരണം. പിന്നെ എന്നെ കാണാൻ സമ്മതിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും തേങ്ങ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഞങ്ങൾക്ക് ഇളനീർ ഷേക്ക് ഉണ്ടായിത്തരാണ്. ഇളനീരൊക്കെ നല്ല തേങ്ങ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അധികം ഇളനീരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് അമ്മ ഒരു ഇളനീർ ഷേക്ക് ഉണ്ടാക്കി തന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കല്ലുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് ഒന്ന് അമ്മ അവൻ കുടിക്കൂല, ഇളനീർ അവന് ഇഷ്ടമല്ലാതെ പറഞ്ഞ് ഞാൻ ഭയങ്കര പുകഴ്ത്തി അടിച്ച് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ഷേക്ക് കുടിക്കണം. എന്തല്ലേ. അപ്പം കല്ലൂനെ അമ്മ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നവൂനെയും കൂട്ടി പതിയെ പുറകുവശത്തോടു കൂടെ ഇറങ്ങിയിട്ടോ. കാരണം അവൻ ആ ഒരു മൂഡിലായ പിന്നെ ഞാൻ പോണതോ വന്നാലും എന്താ പോയാലും എന്താ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കുമേ. അപ്പോൾ അതെ, ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ പലപ്പോഴും അവൻ ഫുഡ് കഴിക്കണത്. അല്ലാണ്ട് കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, എന്നാലും വളരെ കുറവാണ്. സമയമില്ലാത്ത സമയത്തൊക്കെ ഞാൻ അവനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫീഡ് ചെയ്യണത്. മതി, എന്തെങ്കിലുമൊക്കെ ആവട്ടെ.
അപ്പം ഓട്ടോനാണ് കേട്ടോ ഞങ്ങൾ പോണത്. നല്ല വെയിലല്ലേ, ഈ കത്തുന്ന വെയിലത്ത് നടക്കാൻ നിന്നാൽ ശരിയാവില്ല. ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഒരു സൺസ്ക്രീൻ പോലും യൂസ് ചെയ്തില്ലല്ലോ എന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മൂവിക്കൊക്കെ പോയി. നല്ല അടിപൊളി മൂവിയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ്. ഞാൻ ബ്രഹ്മയുഗം കാണാൻ അതേ ടൈമിലല്ലേ രണ്ടും റിലീസായത്. അപ്പോൾ ഇപ്പം ഞാൻ അപ്പോഴേ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യോ ബ്രഹ്മയുഗം കാണാൻ പോകണ്ടായിരുന്നു. കാരണം ഞാനൊന്നും കണ്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു എനിക്ക് ഭയങ്കര പേടിപ്പിക്കുന്ന മൂവീസൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം അന്നേ പോകേണ്ടതായിരുന്നു. അങ്ങനെ ഇന്ന് പോയി, ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ പോയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ചീസ് പോപ്കോണൊക്കെ വാങ്ങിച്ചു. എൻ്റെ നവോദയ ഫേവറേറ്റ് ആണ് കേട്ടോ ചീസ് പോപ്കോൺ. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആദ്യം കഴിച്ചപ്പോൾ ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ വന്നു. ഞാൻ അവനും പറഞ്ഞു കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എല്ലാം തീർന്നു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞങ്ങൾ ഇൻ്റർവെല്ലിന് പോയപ്പോൾ പറഞ്ഞു മതി, ഇനി ചീസ് പോപ്കോൺ വാങ്ങിക്കേണ്ട, വേറെ വല്ലതും വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ വേറെ എന്തോ സാധനമാണ് വാങ്ങിച്ചത്. മൂവി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചു കേട്ടോ, കാരണം ഭയങ്കര വിശപ്പായിരുന്നു. അല്ലാണ്ട് പോപ്കോണിനോടുള്ള ഒരു ആക്രാന്തം കൊണ്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പിന്നെ എന്താ മൂവി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ തന്നെ, പെട്ടെന്ന് ഓട്ടോ കിട്ടി. ഓട്ടോയിൽ തന്നെ ഞങ്ങൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുണ്ട് റാറാവീസ് എന്ന് പറഞ്ഞിട്ട്, അവിടെ പോയി. ഞങ്ങൾ എപ്പോഴും പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോട്ടാണത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ അവിടെയാണ് പോകുന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഈ ചൂടിന് തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കണം അല്ലേ. അപ്പം എനിക്ക് അത് കഴിക്കണം എന്ന് തോന്നി. നാവും പറഞ്ഞു എനിക്കത് മതി. സോ ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. വീണ്ടും തിരിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പതിയെ ആ ബോൾ ഞങ്ങൾ വീട്ടിലോട്ട് എടുത്തു കേട്ടോ, കല്ലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെങ്കിലും അവന് കളിക്കാൻ കൊടുക്കണമല്ലോ. ഐസ്ക്രീം അവന് കൊടുക്കാൻ പറ്റില്ല, അപ്പം തന്നെ വീസിങ്ങും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ബോൾ കൊടുത്ത് അവനെ ഒന്ന് സന്തോഷിപ്പിച്ചു. ഞങ്ങൾ പോകുന്ന സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവനും അമ്മയും നല്ല കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. അവൻ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല. ഞാനില്ലെങ്കിൽ അവൻ കംഫർട്ടബിളായിട്ട് അമ്മേൻ്റെ കൂടെ അവിടെ ഇരുന്നോളും. അപ്പം എനിക്കൊരു സമാധാനമാണ് എവിടെയെങ്കിലും പോകുന്ന സമയത്ത്. പക്ഷെ ഡേ ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. രാത്രിയാകുമ്പോൾ അവൻ്റെ മൂഡ് മാറും. രാത്രി അവൻ ബോധമില്ലാണ്ടാണ് കരയുക, അവന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ രാത്രി എനിക്ക് അവനെ ഉപേക്ഷിച്ചിട്ട് എവിടെയും പോകാൻ പറ്റില്ല. പകൽ എനിക്ക് എത്ര നേരം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡും കൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിച്ച് പൊളിച്ച് ശരിക്കും പറഞ്ഞൊരു നമ്മളൊരു ഡേറ്റിങ്ങിനൊക്കെ പോകുന്ന ഫീലിൽ എനിക്ക് അങ്ങനെ തന്നെ കിട്ടി. ഒരു സിബ്ലിങ്സ് ഡേറ്റ് എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ. തിരിച്ച് വീട്ടിലെത്തിയപ്പം ഇതാണ് കാഴ്ച. നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. അമ്മ പറഞ്ഞു അവൻ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവനെയും കൊണ്ട് ഏട്ടനൊക്കെ പരിപാടികളൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. സോ അവരുടെ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയ്ക്ക് ഉള്ളതൊരു വീഡിയോ, ഒരു കുട്ടി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാം ഒന്നുമില്ല, 2 ദിവസത്തെ ഞങ്ങളുടെ കുറച്ച് മൊമെൻറ്റ്സ് അത്രയേ ഉള്ളൂ.